പ്രിയമുള്ളവരെ, എല്ലാവർക്കും നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം പറയുന്നതിന് മുമ്പ് ഇവിടെ കുറേയേറെ പരാതാത്മാക്കളുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഒഴിഞ്ഞ കസേരകളാണ്. എല്ലാവർക്കും നമസ്കാരം. ഫ്രണ്ടിലിരിക്കുന്ന ഗോപാലചേട്ടൻ, സുഭദ്ര അമ്മ, എല്ലാവർക്കും നമസ്കാരം. ഇതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പോകുമായിരുന്നു. ഇതിൻ്റെ നാണക്കേട് എനിക്കല്ല, ഇത് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഈ സുഹൃത്ത് നിന്നിട്ട്. അപ്പോൾ ഈ പരിപാടി വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. മാത്രമല്ല, എനിക്ക് ഇത്രയും ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. നമുക്കിടയിൽ എന്തിനാണ് ഒരു ഗ്യാപ്പ്? ഒന്ന് മുന്നോട്ട് വരാൻ പറ്റുമോ? കസേര അടക്കം നിങ്ങൾ പുറകെ നിന്ന് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. കാരണം ഇതൊരു ഇൻട്രാക്റ്റീവ് ഷോയാണ്. നമ്മൾ സാധാരണ ഈ വലിയ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ പാട്ടുകാരൻ അവിടെ നിന്ന് പാടും, നമ്മൾ മൂന്നെണ്ണം അടിച്ച് സൈഡിൽ മാറി നിൽക്കും. ചിക്കൻ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് ചിരിക്കാനും പറ്റില്ല. ഈ ഷോ മുന്നോട്ട് പോകണമെങ്കിൽ ഓഡിയൻസ് വേണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് വന്നത് ഒരു ഷോ മോഡിലല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഏഷ്യാനെറ്റിലെ എൻ്റെ നിരവധി ഷോസ് ചെയ്തിട്ടുള്ള കെ വി ശശികുമാർ പിടിച്ചതുകൊണ്ട് മാത്രം എൻ്റെ ഫുൾ ഷോ ഈ ടോപ്പിമല്ല, 10ഓളം പേരടങ്ങുന്ന ഒരു ഷോയാണ് എൻജോയ് വിത്ത് ജോയ് എന്ന ഷോ. അവിടെ നിന്ന് ഒരു ഡെമോ പീസ് മാത്രമായിട്ടാണ് ഞാൻ എൻ്റെ കൂടെ സഹായിയായിട്ട് എൻ്റെ മോള് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആളില്ലെങ്കിൽ ഈ പരിപാടി മുന്നോട്ട് പോകില്ല. ഭാഗ്യം, കുറച്ച് ആൾക്കാർ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ നിറയട്ടെ. ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും ഫ്രണ്ടിൽ പോയി ഇരിക്കേണ്ടതായിരുന്നു എന്ന്. ഒരു കസേര തരും എനിക്കൊന്ന് ഇറങ്ങാനായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാല് ചിലപ്പോൾ ഒടിഞ്ഞ് താഴെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത്. ഈ പരിപാടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആൾ വേണം, അല്ലേ? അതല്ലെങ്കിൽ കൈവിട്ടു പോകും. ഓക്കെ, കാരണം ദിസ് ഇസ് ആൻ ഇൻട്രാക്റ്റീവ് ഷോ വിത്ത് യു. യു ആർ ദ ഹീറോ, യു ആർ ദ സ്റ്റാർ. ഐ എം ഓൺലി എ പ്രീസ്റ്റ്. നിങ്ങളെ കൊണ്ട് കാർമ്മികത്വം വഹിക്കുക എന്ന് മാത്രമേ ഈ ഷോയിൽ എൻ്റെ റോളുള്ളൂ. ഐ മീൻ, എല്ലാവരും ഇവിടെ ഉണ്ടാവണം. തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഒരു ബീറ്റോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് കഴിയുമ്പോൾ നല്ല മൂഡാകും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഇനി നിങ്ങളോടൊരു സത്യം ഞാൻ പറയട്ടെ. പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എനിക്കിത് അടിക്കാൻ അറിയില്ല. പക്ഷെ ഞാനിത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ, വെറുതെ ഒന്ന് മൂടാവാൻ വേണ്ടി. ഗ്രേറ്റ്. പുറകിലെ കട്ടൻ ചായ കുടിക്കുന്നവർക്കൊക്കെ മുന്നോട്ട് വന്നാൽ പിടിച്ചോ, നല്ല മൊമെന്റ്സാണ്. ഓക്കെ, ഈ പരിപാടിക്ക് ഞാനിവിടെ വരാൻ കാരണക്കാരനായ കെ വി ശശികുമാർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരണം. ഉണ്ടോ? വന്നോളൂ. ഓക്കെ, ശരി. അപ്പോൾ നമ്മളൊരു ബീറ്റ് മോഡൽ മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആര് റെഡി? ഒന്ന് കൈയടിച്ചേ, വെറുതെ ഒന്ന്. മലയാളിയുടെ സൗണ്ടില്ല. ഒരുത്തിന് ടൊർണം പൊട്ടിക്കാൻ പറഞ്ഞാൽ നല്ല പവറിലടിക്കും, പക്ഷേ കൈയടിക്കാൻ പറഞ്ഞാൽ വലിയ പാടാണ്. ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ യൂണിഫോമിറ്റിയാണ്. ഇത് തെക്കേക്കര, ഇത് വടക്കേക്കര. ഇതിന് കാരണമുണ്ട്. ഇത് നിങ്ങൾ സിൽവർ സാൻഡിൻ്റെ തെക്കേക്കര. ഞാൻ അപ്പുറത്ത് താമസിച്ചിരുന്ന ആളാണ് കേട്ടോ. ചമ്പക്കര അപ്പുറത്ത് താമസിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തെക്കേക്കര, ഇത് വടക്കേക്കര. അതിന് കാരണം ഇപ്പം ഞാൻ തുടങ്ങാൻ പോകുന്നത് അത് വെച്ചിട്ടാണ്. അപ്പോൾ തെക്കേക്കരയും വടക്കേക്കര റെഡി? എല്ലാവരും ഒന്ന് ചിരിക്കണം. എനിക്ക് ആ ചിരി കാണാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് ഞാൻ വന്നത് വെറുതെ ആയിട്ട് എനിക്ക് തോന്നുന്നു. റെഡി? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബീറ്റ് എന്ന് പറയുന്നത് 1. എന്താണ്? 1-ന് നിങ്ങൾ. ഓക്കെ, 2-ന് റെഡി? 1. ഇതാ കുഴപ്പം. ഒന്നിച്ചടി. എന്ത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ? ഞാൻ ഒന്നടിക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് ഇതിന് ബീറ്റ് എതിര് കയറണം. ഞാൻ അടിച്ചിട്ട് മതി. വടക്കേക്കര അടിച്ചോ, ഇവർക്ക് കൂട്ടില്ല. ഓക്കെ, കാരണം മിക്ക ആൾക്കാരും എന്ത് കാര്യമാണ് ഇവൻ വക്കീലാന്ന് പറയുമ്പോൾ ഭ്രാന്താണോ ഇവർ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് റെഡി, സ്ട്രോങ് ആയിട്ട് ഏറ്റവും ബാക്ക് വരെ. സിൽവർ സാൻഡിൻ്റെ പവർ, കൂട്ടായ്മ. ഓക്കെ, ഒരു കോർഡിനേഷൻ കൂടി. ഇത്തരം പ്രോഗ്രാമുകൾ കോർഡിനേഷനുകളാണ്, അല്ലേ? പണ്ട് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ടി വിക്ക് മുന്നിൽ എത്രയോ ആൾക്കാർ ഒന്നിച്ചിരുന്ന് കണ്ട കാലത്ത് നിന്ന്, ഒരു വീട്ടിൽ 6 പേരിരുന്ന് കണ്ട കാലത്ത് നിന്ന്, ഒരു മുറിയിലിരുന്ന്, ഒരു കട്ടിലിരുന്ന് 6 പേർ 6 മൊബൈലിൽ സ്വന്തം കാര്യം കാണുന്ന കാലത്താണ് ഇത്രയും ആൾക്കാരെ എനിക്ക് ഒന്നിച്ച് കാണാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിന് നിങ്ങൾക്കൊരു പ്രത്യേക ആപ്ലാസ്. കം ഓൺ. അപ്പോൾ റെഡി? എല്ലാവരും ഒന്നിച്ച്. ഇതാണ്. ഓക്കെ, ഒന്നും കൂടെ.
കോൺസെൻട്രേഷൻ. ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. റെഡി? ദിസ് ഈസ് നോൺ ആസ് പഞ്ചാബി ഡോൽ, ബാംഗ്ര ഡോൽ. നോർത്ത് ഇന്ത്യൻസ് ഉണ്ടോ? എനിബഡി ഹിയർ? സന്തോഷം. ഉണ്ടോ? വെരി ഗുഡ്. ഓക്കെ, റെഡി? കൊള്ളാം. അപ്പൊ ഇനി ആ മൂഡ് തന്നെ മനസ്സിരിക്കട്ടെ. ഞാൻ ഇതിന്റെ അടുത്ത സെഷനിലേക്ക് പോകാൻ പോവാണ്. റെഡി? മനസ്സങ്ങോട്ട് പിടിച്ചു നിർത്തുക. പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ അന്നത്തെ ഫ്രഷേഴ്സ് ഡേക്ക് അവിടുത്തെ താളമേറ്റ് അടിച്ചു പൊളിച്ച മൂഡിലേക്ക് വരിക. ആര് റെഡി? അപ്പോൾ അതേ നല്ല ഒന്നാം തരം ചെന്നൈ ഋതം വരാൻ പോവാണ്. റെഡിയാണോ? റെഡിയാണോ? അപ്പോൾ എല്ലാവരും ഇനി ചമ്മലുള്ളവർ കണ്ണടച്ചോളുക. അനീഷിന് കണ്ണടയ്ക്കാം. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? സൗണ്ട് റെഡി? സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ താളം വരുന്നു. ഇനി അങ്ങോട്ട് മൂടാക്കാൻ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഈ സാധനം ഒന്നെടുത്ത് പ്രയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളുണ്ടോ? അടിച്ച് പൊട്ടിക്കാൻ പറ്റിയ ആളല്ല, അല്പ താളബോധമൊക്കെ ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ? ഒരാൾ എന്നെ പിടി. യെസ്, കമോൺ മാൻ. ഒരു നല്ല കൈഡി കൊടുക്കൂ. മോളെ ആ ഡ്രം എടുക്കൂ. നമ്മളല്ലേ നമ്മളുടെ മറ്റേ അതെടുക്കൂ. നമ്മളുടെ വാ, കയറി വാ. ഇതുവഴി കയറി വരാൻ പറ്റുമോ? അതുവഴി പോയി അങ്ങ് പഞ്ചായത്ത് വഴിയൊക്കെ വരേണ്ടി വരും. ഓക്കെ, യെസ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റെഡി, വെരി ഗുഡ്. ജെന്റിൽമാൻ, വാട്ട്സ് യുവർ നെയിം? സിദ്ധാർത്ഥ്. ഓ മൈ ഗോഡ്, സിദ്ധാർത്ഥ്, കമോൺ. വരൂ സിദ്ധാർത്ഥ്, പിടിച്ചോ. സത്യം പറ, ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണോ? വെറുതെ അല്ല, എന്നെ തോപ്പിക്കാൻ വന്നേക്കുന്ന. അല്ല, എന്നെ തോപ്പിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം എനിക്കറിയില്ല. ഓക്കെ ഓക്കെ, നമ്മളുടെ ഇത് കൊടുക്കും മോളെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോഴും പല ആൾക്കാരും അവിടെ തന്നെയാണ്, എവറസ്റ്റിൽ തന്നെയാണ്. നീ എന്തൊക്കെ ചെയ്താലും ഞാൻ അനങ്ങത്തില്ല എന്ന് പറഞ്ഞ ടീമുകളാണ്. അവരെ നമുക്കൊന്ന് മൂടാക്കിയെങ്കിലേ നെക്സ്റ്റ് സെഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി? അപ്പോൾ റെഡിയാണോ? നിങ്ങളുടെ കൂട്ടുകാരാണ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇവൻ പൊളിയാണ്. അപ്പൊ നമുക്ക് റെഡി, ഇവിടുന്ന് തുടങ്ങാം. റെഡി, പിടിച്ചോ. ഏകദേശം മൂടായിട്ടുണ്ട്.
സിദ്ധാർത്ഥാണ് സ്റ്റാർ. വളരെ സന്തോഷമായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോനെ സിദ്ധാർത്ഥെ, നീ ഇവിടെ ഉണ്ടാവണം. നിന്നെ ഞാൻ എൻ്റെ ടീമിലെടുത്തു. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് പല സാധനങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് അഭ്യാസിയായിരിക്കും എന്ന് എനിക്കറിയാം. നിങ്ങളുടെ അവസ്ഥ എനിക്കും കിതപ്പ്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, മോനുണ്ടാവണം ഇവിടെ. നീ ഇവിടെ ഇരുന്നോ, നിന്നെ ടീമിലെടുത്ത് കാശ് ചോദിക്കരുത്. ഈ പരിപാടിക്ക് കാശില്ല. ഓക്കെ ഓക്കെ. സി, അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് എല്ലാവരും, അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. വടംവലി ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണോ? പക്ഷേ ഇതിൻ്റെ സംഘാടകർ, ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നതാണ്, അവർ വടം കൊണ്ടുവന്നില്ല. പക്ഷെ വടമില്ലെങ്കിലും നമ്മൾ വലിക്കും. നിങ്ങളുടെ ടീമിൻ്റെ പേരെന്തായിരുന്നു? തെക്കേക്കര. തെക്കേക്കര ഈ സൈഡ്, വടക്കേക്കര അപ്പുറത്തെ സൈഡ്. ഈ വടംവലിയുടെ ആശാനായിട്ട് ഞാൻ ശ്രീമാൻ KV ശശികുമാറിനെ തന്നെ സെലക്ട് ചെയ്തു. സെൻറ്ററിൽ, ആശാ സെൻറ്ററിൽ നിൽക്കണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു യെല്ലോ ലൈൻ കിടപ്പുണ്ട്. ഈ യെല്ലോ ലൈനാണ് വടമെന്ന് ചിന്തിക്കുക. ഓക്കെ. അപ്പോൾ 2 ലക്ഷം വരുന്നത് കുഴപ്പമില്ല, വേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഒന്ന് എഴുന്നേക്കൂ, സമയമില്ല. എങ്ങനെയാണ് ഒരു വടംവലിക്ക് നിങ്ങൾ നിൽക്കുക? എല്ലാവരും, ഒരാളും മാറി നിൽക്കാൻ പറ്റില്ല. ഈ വടംവലിയുടെ പ്രത്യേകത ഏതാണ്? തെക്കേക്കര ഇവിടെ ഇവിടെ, അത് അങ്ങോട്ട് ഫേസ് ടു ഫേസ്. തെക്കേക്കര അങ്ങോട്ട് ഓപ്പോസിറ്റ് സ്റ്റീഡിയം അവിടെ, വടക്കേക്കര അപ്പുറം. അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. റെഡി? നിങ്ങളാണ് ക്യാപ്റ്റൻ. വരൂ. വടക്കേക്കരയുടെ ക്യാപ്റ്റൻ ചേട്ടൻ. വരൂ. ചേട്ടാന്ന് വിളിക്കാനുള്ള പ്രായം. എത്ര വയസ്സുണ്ട്? വിളിച്ചാൽ മതി. എത്ര വയസ്സുണ്ട് പറയത്തില്ല, എനിക്കറിയാം. എനിക്ക് ചിങ്ങത്തിൽ 32 ചേട്ടനോ? ഒരു 3 വയസ്സ് കുറവാ. അനിയാ, ഓ സന്തോഷമായി, എന്നേക്കാൾ ഇളയൊരാളിനെ കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കൈ കൊടുക്കൂ. ഓക്കെ. നിങ്ങളുടെ ടീമിലെ ആളിനെ നിർത്തൂ. ചേട്ടൻ്റെ ടീമിലെ ആളിനെ നിർത്തൂ. ഓക്കെ. എല്ലാവരും നിൽക്കൂ. കമോൺ കമോൺ. ഇതൊരു ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് പറ്റിയ മൂഡ് മനസ്സിലാവിടെ അങ്ങോട്ട് ചെല്ലണം. ഓക്കെ. എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കയറിക്കോളൂ. ആരും മാറി നിൽക്കാൻ പറ്റില്ല ഈ മത്സരത്തിൽ. അങ്ങനെ ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. വടം വലിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ കരുതി റെഡി. ഓക്കെ, റെഡി. വാ എല്ലാവരും. എല്ലാവരും ഇവിടെ നമ്മൾ എന്താണ് പറയുക, കാഴ്ചക്കാരില്ല. ഇവിടെയാണ് പോയിന്റ്. ആശാൻ, വടംവലി ആശാൻ എവിടെ? ആശാനെ, ആശാനെ ഇവരൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കൂ. ഒന്നുമില്ല, അത് വടമൊന്നുമില്ല. റെഡി. അപ്പോൾ ഇനി അവിടെ നിന്ന് ഒരു ഓഡിയോ വരും. ആ ഓഡിയോ ശ്രദ്ധിക്കണം. ആ ഓഡിയോയിൽ എന്ത് പറയുന്നോ വടം വലിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും ചെയ്യണം. ഓക്കെ. വെറുതെ കാണാൻ പറ്റില്ല. അവിടെ എന്ത് പറയുന്നോ അത് ചെയ്യണം. ഓക്കെ, റെഡി? റെഡി? കം ഓൺ, സ്റ്റാർട്ട്. പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, വോളിയം. കൊച്ചാപ്പി മെമ്മോറിയൽ ഒരു കുലം പഴത്തിന് വേണ്ടിയുള്ള മത്സര വടംവലി ആരംഭിക്കുകയാണ്. വടംവലിയിൽ പേര് കേട്ട പ്രശസ്ത
പ്രശസ്തമായ 2 ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തെക്കേക്കരയുടെ വീരപുത്ര തിങ്കൻ ഫാൻസും വടക്കേക്കരയുടെ പുലിക്കുട്ടന്മാർ ലുട്ടാപ്പി ഫാൻസും കടന്നു വരുന്നു. എതിരാളികളെ കുടിച്ചു നിർത്തി കൂമ്പിലിട്ടിടിച്ച് അടിച്ചു മലർത്തി മാത്രം ശീലമുള്ള നാടിന്റെ പ്രിയരായ ശക്തിയുടെ പര്യായം, എതിരാളിക്കൊരു പോരാളിയായ ഡിങ്കൻ ഫാൻസ്. തെക്കേക്കര ഡിങ്കൻ ഫാൻസ് മത്സരത്തിന്റെ ഇടതുഭാഗത്തായി നിലകൊള്ളുന്നു. കടന്നു വരുന്നു. ഡിങ്കന്റെ നിക്കർ കീറാൻ ശക്തിയുള്ളവരാണ് ഞങ്ങൾ എന്ന ഭാവത്തോടെ നിലകൊള്ളുന്ന വടക്കേക്കരയുടെ ചുടക്കുട്ടികൾ. ഒന്നടിച്ചാൽ 10 അടിക്കും എന്ന ഭാവത്തോടെ പന്നികൾ കൂട്ടമായി വരും, സിംഹം കമ്പനി അടിച്ചു വരും എന്ന മുദ്രാവാക്യവുമായി വടക്കേക്കര ലുട്ടാപ്പി ഫാൻസ്. അവർക്ക് വലിക്കുവാനുള്ള വടം താഴെ കിടക്കുന്നുണ്ട്. ഡിങ്കൻ ഫാൻസും ലുട്ടാപ്പി ഫാൻസും പരസ്പരം പോർവിളി നടത്തുകയാണ്. ഇവിടെ വടം വലിക്കുന്നതിന് മുമ്പ് അടിപൊട്ടുമോ എന്ന അവസ്ഥ നിലനിൽക്കുന്നതിനാൽ വടംവലി ജഡ്ജിയും കമ്മിറ്റിക്കാരും അല്പം അങ്കലാപ്പിലാണ്. കാഴ്ചക്കാരായി നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ആവേശത്തിലാണ്. അവർ ആർപ്പോ ഇറോ വിളികൾ തുടങ്ങിക്കഴിഞ്ഞു. വടംവലി മത്സരം തുടങ്ങാനുള്ള വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. വടംവലി ആശാൻ സെന്റർ ഭാഗത്ത് നിന്നുകൊണ്ട് വടം ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഡിങ്കൻ ഫാൻസും ലുട്ടാപ്പി ഫാൻസും ആവേശത്തിലാണ്. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതാ മത്സരം തുടങ്ങാനുള്ള സമയമായി. എടുക്കാൻ ഉള്ള വിസിൽ മുഴങ്ങുകയാണ്. നിശബ്ദത. 2 ടീമിന്റെയും ടീം ലീഡേഴ്സ് വിസിലിനായി കാതോർത്തു നിൽക്കുകയാണ്. Ready? 1, 2, 3, take it off! വിസിൽ മുഴങ്ങിയ പാടെ കൈ ചേർത്ത് പിടിച്ച് വടവുമായി ഡിങ്കൻ ഫാൻസും വടംവലി ആരംഭിച്ചു കഴിഞ്ഞു. വടം മുറുകി. ഡിങ്കൻ ഫാൻസിന്റെയും ലുട്ടാപ്പി ഫാൻസിന്റെയും മുഖം വലിഞ്ഞു മുറങ്ങുന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. അതാ ലുട്ടാപ്പി ഫാൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ഡിങ്കൻ ഫാൻസിന്റെ വടംവലി സ്ട്രോങ് ആകുകയാണ്. ലുട്ടാപ്പി ഫാൻസിന്റെ കയ്യിൽ നിന്നും വടം ഡിങ്കൻ ഫാൻസിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. കാണികളുടെ ആവേശം കൂടുന്നു. വടത്തിന്റെ ചുവന്ന റിബൺ ഡിങ്കൻ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അപകടം തിരിച്ചറിഞ്ഞ ലുട്ടാപ്പി ഫാൻസ് വടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. വിട്ടുപോയ വടം തിരികെ പിടിച്ചുകൊണ്ട് ലുട്ടാപ്പി ഫാൻസ് വടം തങ്ങളുടെ ഭാഗത്തേക്ക് വലിച്ചടുപ്പിക്കുന്നു. ഡിങ്കൻ ഫാൻസിന്റെ ഡിങ്കൻ ഫാൻസിന്റെ പുറകിൽ നിന്ന് 4 പേർ വടത്തിന്റെ നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുന്നു. അതേ സുഹൃത്തുക്കളെ, വടം ഇപ്പോൾ പൂർണ്ണമായും ലുട്ടാപ്പി ഫാൻസിന്റെ സൈഡിലേക്ക് നിറഞ്ഞു നീങ്ങുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ലുട്ടാപ്പി ഫാൻസ് ജയിക്കും എന്ന അവസ്ഥയിലാണ്. ഇതാ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഡിങ്കൻ ഫാൻസ് തടകുടഞ്ഞെഴുന്നേൽക്കുന്നു. കൈവിട്ടുപോയ വടം അവർ വീണ്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. ഒരൊറ്റ വലി. ഡിങ്കൻ ഫാൻസിന്റെ ആ വലിയിൽ ലുട്ടാപ്പി ഫാൻസ് ഫുള്ളായി താഴെ വീഴുന്നു. ഫൗൾ എന്ന് ലുട്ടാപ്പി ഫാൻസ് ആക്രോശിക്കുന്നു. ഇപ്പോൾ വടംവലി വിട്ട് ഒരു അടിപിടിയുടെ ലക്ഷണത്തിലേക്ക് സ്ഥിതി മാറുകയാണ് സുഹൃത്തുക്കളെ. വടംവലി ആശാൻ വീണ്ടും ഇടപെടുന്നു. 2 കൂട്ടരെയും പിടിച്ചു മാറ്റി അനുനയിപ്പിച്ച് മത്സരം വീണ്ടും തുടങ്ങാൻ റെഡിയാവുകയാണ്. വടംവലി ആശാൻ റോപ്പ് ചവിട്ടി പിടിക്കുന്നു. ശാന്തരായ ലുട്ടാപ്പി ടീമും ഡിങ്കൻ ടീമും വടമെടുക്കുവാൻ കുനിഞ്ഞു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, കുനിഞ്ഞു നിൽക്കുകയാണ്. ആശാൻ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. 3, 2, 1, 0. വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. ഡിങ്കൻ ഫാൻസും ലുട്ടാപ്പി ഫാൻസും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കൂട്ടുകാരെ. 2 ടീമും വിട്ടുകൊടുക്കുന്നില്ല. പിന്നോട്ട് പോകുന്നു ഡിങ്കൻ ഫാൻസ്, തിരിച്ചു പിടിച്ചു പോകുന്നു ലുട്ടാപ്പി ഫാൻസ്. പിന്നോട്ട് പോകുന്ന ഡിങ്കൻ ഫാൻസ്, മുന്നോട്ട് പോകുന്ന ലുട്ടാപ്പി ഫാൻസ്. കാണികളും ബഹളം കൂടുന്നു. മേളം മുറുകുന്നു. അതിന്റെ ഏറ്റവും
മെമ്പറായി നിൽക്കുകയാണ് കൂട്ടുകാരെ. രണ്ട് കൂട്ടരും മത്സരിച്ച് കളിക്കുകയാണ് കൂട്ടുകാരെ. അവിടെ എന്തും സംഭവിക്കാം. ആര് ജയിക്കും, ആര് തോക്കും? കൂത്താട്ടുകുളം കൊച്ചാപ്പി മെമ്മോറിയൽ ഒരു കുല പഴം ആര് തിന്നും? മത്സരം മുറുകയാണ് കൂട്ടുകാരെ. അത് അതിവാശിയേറിയ ഈ വടംവലി മത്സരത്തിൽ ഇപ്പോൾ ഡിങ്കൻ ഫാൻസും ലുട്ടാപ്പി ഫാൻസും ഉള്ളിലെ നിൽക്കുകയാണ്. ഇരു ടീമുകളും സമാസമം. വടം അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയ ടെമ്പറിൽ എത്തി നിൽക്കുകയാണ്. വലി മുറുകുന്നു. ആര് ജയിക്കും? ശക്തരിൽ ശക്തരായ ഡിങ്കനോ, എല്ലാവരെയും കുരുക്കുന്ന ബുദ്ധിമാനായ ശക്തിമാൻ ലുട്ടാപ്പിയോ? പെട്ടെന്ന് റോപ്പ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു. ഡിങ്കൻ ടീമും ലുട്ടാപ്പി ടീമും താഴേക്ക് വീഴുകയാണ് സുഹൃത്തുക്കളെ. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഉഡായിപ്പ് വടമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതാ കൂത്താട്ടുകുളം കൊച്ചാപ്പി മെമ്മോറിയൽ ഒരു കുല പഴം കാലിയാക്കാൻ കഴിയാതെ ഇരു ടീമുകളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന അവസ്ഥയിലേക്കാണ് സുഹൃത്തുക്കളെ ഈ വടംവലി അവസാനിപ്പിക്കേണ്ടി വരികയാണ്. സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ഓക്കെ, ഏകദേശം നിങ്ങൾ ആ ഒരു മൂഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കും എനിക്കും ഒരു ചെറിയ ഗ്യാപ്പിന് വേണ്ടി ഒരു ഹിന്ദി പാട്ടായാലോ? ഇത് അൽഫിയ എൻജോയ്. നമ്മുടെ വൈറ്റില ജംഗ്ഷന് സ്വന്തമായിട്ട് ഒരു ബാൻഡ് ഉണ്ടായിട്ടുണ്ട്. തൈക്കുടത്തിന് ബാൻഡ് ഉണ്ടായിരുന്നു, തൈക്കുടം ബ്രിഡ്ജ്. അവർക്കെതിരായിട്ട് 5 സ്ത്രീകൾ ചേർന്നുകൊണ്ട് ഇപ്പോൾ വൈറ്റിലിൽ നിന്നും വൈറ്റില ജംഗ്ഷൻ എന്നൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിലെ ഒരു പെർഫോമർ കൂടിയാണ് അൽഫിയ. അൽഫിയ, ഒരു പാട്ട്. കയ്യടി പോരട്ടെ, ഇതൊന്നും കേൾക്കില്ലല്ലോ. ഇനി നമുക്ക് എക്സ്ക്ലൂസീവ്ലി 3 ഇവിടുത്തെ ബുദ്ധിശാലികളായ സ്ത്രീകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ കാര്യം പറയാം. നമ്മുടെ കൈരളി ചാനലിൽ ഒരു 2000 ഏറ്റവും ഹിറ്റായ ഒരു ഷോയാണ്. ഞാൻ തന്നെ കേട്ടോ, എൻ്റെ കാലിൽ സാധനം ഇരിക്കുന്നതാണ്. ഓക്കെ, അത് അശ്വമേധം എന്നായിരുന്നു ആ പരിപാടിയുടെ പേരല്ലേ? എത്ര പേര് കണ്ടിട്ടുണ്ടത് അല്ലേ? ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് 21 ചോദ്യങ്ങളിലൂടെ ആദ്യ ചോദ്യം ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കല്ലേ. ഞാൻ പറയുന്നു, പുള്ളി നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. അമേരിക്കയിൽ റിവേഴ്സ് ക്വിസ് എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പേരാണ് റിവേഴ്സ് ക്വിസ്. ഈ റിവേഴ്സ് ക്വിസ് എന്ന പ്രോഗ്രാമിൻ്റെ മലയാളം പതിപ്പാണ് അശ്വമേധം. സത്യത്തിൽ അല്പം ഒന്ന് ചിന്തിച്ചാൽ ഈ പറയുന്ന 3 പെൺകുട്ടികൾ ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും. കൂളായിട്ട് 21 ചോദ്യമൊന്നും വേണ്ട, അവർ ഉത്തരം പറയുകയും ചെയ്യും. ധൈര്യമുള്ള 3 സ്ത്രീകൾക്ക് കടന്നു വരാം. കമോൺ. ഞാൻ 3 പേരെ ഒന്ന് പരിചയപ്പെടുന്നു. മൈ നെയിം ഈസ് അഡ്വക്കേറ്റ് ജോയ് ജോൺ ആൻ്റണി. മോളി, ഭാമ, ഓക്കെ. 3 പേരോടും പൊതുവായിട്ടുള്ള ഒരു ചോദ്യം. ടെലിവിഷൻ കാണാറുണ്ട്, വാർത്താ ചാനലുകൾ കാണാറുണ്ട്, വല്ല കാലത്തും പത്രമൊക്കെ വായിക്കാറുണ്ട്, ലോകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നോ, ഓക്കെ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് 3 പേരുടെയും തലയിൽ ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ പ്രശസ്തരായ 3 വ്യക്തികളുടെ പേര് ചേരും. കോമൺ ആയിട്ടുള്ള ഒരു
നിങ്ങൾക്ക് തരികയാണ്. ഇതിൽ ഒരാൾ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാണ്. ആർക്കാണ് കിട്ടുന്നത് എനിക്കറിയില്ല. മറ്റൊരാൾ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. മൂന്നാമത്തെ ആൾ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇതാണ് 3 പേരുടെ പേര്. ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ട്രെൻഡ് നിൽക്കുന്നവരെ പേര് വെക്കത്തെ പെട്ടെന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജോലി അശ്വമേധത്തിലെ പ്രതിവിരുദ്ധ ചോദിക്കുമ്പോൾ ആ ഇരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുക? യെസ് അല്ലെങ്കിൽ നോ, അത് മാത്രമേ പറയാവൂ. ഒന്നും വിളിച്ച് പറയരുത്, കുളവാക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ അവരോട് ഐ കോണ്ടാക്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടി, കാരണം ആ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ വേണമെങ്കിൽ ലിപ്പ് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇവരെ കുറച്ച് നേരത്തേക്ക് ഗാന്ധാരിയാക്കുകയാണ്. മോളെ ഒന്ന് കെട്ടിക്കൊടുക്കൂ. കാണാമോ? കാണില്ല, നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നവരല്ല. ഓക്കെ, ഓക്കെ, 3 പേരുടെയും കണ്ണുകൾ കെട്ടിക്കഴിഞ്ഞു. ഇവർ മനസ്സിലിപ്പോൾ കരുതി കഴിഞ്ഞു, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. GS പ്രദീപിന്റെ പരിപാടി പൊളിക്കാൻ പോകുന്നു. ആദ്യത്തെ ഇവർക്ക് നൽകാൻ പോകുന്ന പേര് ആരും ഉറക്കെ വിളിച്ചു പറയരുത്, മനസ്സിൽ മാത്രം വായിക്കുക. വായിച്ചോ? വായിച്ചല്ലോ? വായിക്കാത്തവർ ഉറക്കെ വിളിച്ചു പറയരുത്. കണ്ടു കഴിഞ്ഞല്ലോ? ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ്. ഞാനിത് ഈ കൂട്ടത്തിലെ യങ്സ്റ്ററായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് കൊടുക്കുന്നു. അങ്ങയുടെ തലയിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭാരം ഇരിപ്പുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ആളിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് വണ്ടപ്പത്തിൻ്റെ പലരും മുഖത്തും ഒരു ചെരി. ഓക്കെ, ഉറക്കെ വിളിച്ചു പറയരുത്. രണ്ടാമത്തത് കിട്ടുന്നത് നമ്മുടെ ചേച്ചിക്കാണ്. ചേച്ചിയുടെ തലയിൽ ഇപ്പോൾ ഉറുമ്പരിക്കാതിരുന്നാൽ ഭാഗ്യം, അല്ലേ? ഓക്കെ, മൂന്നാമത്തെ ആളിന് കിട്ടുന്ന പേര് നിങ്ങൾ വായിക്കുന്നു. എന്താണ്? വായിച്ചല്ലോ? കിട്ടി? ഓക്കെ, എല്ലാവർക്കും കിട്ടി. ബാക്കിൽ കിട്ടുന്ന ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഉറക്കെ വിളിച്ച് പറയരുത്. അപ്പോൾ ചേച്ചിയുടെ തലയിലും. അപ്പോൾ നമുക്കൊന്ന് മുന്നോട്ട് നിൽക്കാം. പാ, കുഴപ്പമില്ല, വരൂ. താഴെ പോകരുത്, കാണാമല്ലോ അല്ലേ? ഞാൻ പിടിച്ചോളാം. മോളെ ഒന്ന് സഹായിച്ചു കൊടുക്കും. ഓക്കെ, ഒരാൾ ചോദിച്ച ചോദ്യം പരമാവധി ഒഴിവാക്കുക. പിന്നെയും ചോദിക്കാൻ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ 3 പേരുടെ തലയിലും 3 വ്യക്തികളാണ്, മറക്കരുത്. ഓക്കെ, അയാളുടെ ചോദ്യം അയാളുടേത്, നിങ്ങളുടെ ചോദ്യം നിങ്ങളുടേത്. വേഗം കണ്ണുപോക്കി നോക്കുന്നുണ്ട്. എന്നാ പറ്റി? വലിയ പാടല്ലേ കണ്ണടച്ച് നിൽക്കാൻ? ബാലൻസ് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇവിടെ ചോദിക്കാം. നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? യെസ് ഓർ? ആദ്യത്തെ ചോദിക്കാം ഓഡിയൻസിനോട്. ഒരു മിനിറ്റ്, ഒരാളുടെ പേരെടുത്ത് ഇവർ പറഞ്ഞാൽ അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരുടെയും പേരെടുത്ത് പറഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യങ് പൊളിറ്റീഷ്യൻ ആണോ തലയിരിക്കുന്നത്? ഒന്ന് ഉറക്കപ്പറ. യെസ്, നിങ്ങളുടെ തലയിരിക്കുന്നത് യങ് പൊളിറ്റീഷ്യനോ? യങ് പൊളിറ്റീഷ്യനോ? നോ, ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറയുവർ. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ തലയിരിക്കുന്ന യങ് പൊളിറ്റീഷ്യൻ അല്ല. ഓക്കെ, ചേച്ചിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഇതിലുള്ളത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്മാൻ എന്നല്ലേ പറഞ്ഞത്? അല്ല, ഇതിൽ 3 പേര് ആരോ ആണ്. ഓക്കെ, ഓക്കെ, എനിക്കറിയില്ല, അതുകൊണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്മാൻ ആണോ തലയിരിക്കുന്നത്? നോ. ചേച്ചിയുടെ തലയിൽ വെള്ളം വേണമെന്നാണോ? സിനിമാ നടൻ. സിനിമാ നടനാണോ? സിനിമാ നടൻ അല്ലെന്നേ പറഞ്ഞുള്ളൂ, നടിയാകാം. ഓക്കെ, ഓക്കെ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. മനസ്സിൽ കരുതി വെക്കുക, 3 പേരുടെയും നോയാണ്. യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. പൊളിറ്റീഷ്യൻ ആണോ? പൊളിറ്റീഷ്യൻ ആണോ? യെസ്, പൊളിറ്റീഷ്യൻ ആണ്. ഉറപ്പിച്ചു. പൊളിറ്റീഷ്യൻ അപ്പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് യുവർ ക്വസ്റ്റ്യൻ. ഫിലിം ആക്ടർ ആണോ? ഫിലിം ആക്ടർ ആണോ? യെസ്. അമ്മേ, രണ്ടാമത്തെ ചോദ്യം. 21 വേണ്ട. ഓക്കെ, യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. പൊളിറ്റീഷ്യൻ. പൊളിറ്റീഷ്യൻ ആണോ? നോ, പക്ഷേ പൊളിറ്റീഷ്യന്മാരെയൊക്കെ ഇട്ട് ഞെവിടുന്ന ആളാണ്. ഓക്കെ, ഓക്കെ, റെഡി. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. യുവർ തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് വേ. കണ്ടിന്യൂസ് ആയിട്ട് 10 ഇയേഴ്സ് പഠിച്ചിട്ടുണ്ടോ? കണ്ടിന്യൂസ് ആ 10 ഇയേഴ്സ് പഠിച്ചിട്ടുണ്ടോ? യെസ്, യെസ്. സംശയമുണ്ടോ? ചില ആൾക്കാർക്ക് സംശയമുണ്ട്. ഇത് ആരാന്നറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വിളിച്ചു, എടി ഇപ്പം മറ്റേ ഒരു തലയിരിക്കുന്ന ഏതോ ഒരു ടീമിൻ്റെ പേര് മനസ്സിലായി. ഓക്കെ, യുവർ തേർഡ് ക്വസ്റ്റ്യൻ. എനിക്കാണോ? അത് പറഞ്ഞു. ഇനിയിപ്പോൾ പേര് ചോദിക്കാൻ പാടില്ല. ആയിട്ടില്ല, ഇല്ല.
അല്ല ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ആക്ടറാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ആള് ആക്ടറാണോ ആക്ട്രസ് ആണോ? അങ്ങനെ ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് ചോദിക്കുക. അപ്പൊ ആക്ടർ എന്ന് നേരത്തെ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ നോ എസ് എന്ന് പറയും? ആക്ട്രസ് ആണെന്ന് വെച്ചാൽ നോ എന്ന് പറയും. ഓക്കെ, യങ്സ്റ്റർ ആണോ? യങ്സ്റ്റർ ആണോ? യെസ്, യങ്സ്റ്റർ ആയിട്ടുള്ള ആക്ടറാണ് മുകളിൽ ഇരിക്കുന്നത്. യുവർ തേർഡ് ക്വസ്റ്റ്യൻ. വല്ലയിടത്തും എത്തുമോ? എന്താ ചോദിക്കണ്ടേ? എന്തെങ്കിലും ചോദിക്കും. എൻ്റെ അടുത്ത് കാശ് മാത്രം ചോദിക്കരുത്, അതില്ല. തലയിരിക്കുന്നത് രാഷ്ട്രീയക്കാരനല്ല, സിനിമാ നടനുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ആക്ട്രസ്. ആക്ട്രസ് ആണോ? നോ. ഓക്കെ, യുവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ ഏകദേശം കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാരത് ജനതാ പാർട്ടിയുടെ മെയിൻ ആളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആണോ? യെസ്. അടുത്തെത്തിരിക്കുന്നത്. പക്ഷേ ചിന്തിക്കരുത്, ആവേശം കാണിക്കരുത്, ആവേശം കാണിക്കരുത്. ഫോർത്ത് ക്വസ്റ്റ്യൻ യുവേഴ്സ്. സിനിമാ താരം, യങ്സ്റ്റർ. യങ്സ്റ്റർ ആണ്, പേര് ചോദിക്കാൻ പാടില്ല. ആണാണോ പെണ്ണാണോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയുന്നവര് ഏതെങ്കിലും ഒന്ന് ചോദിക്കൂ. ഓക്കെ, സിനിമ നടനാണോ? സിനിമാ നടനാണോ? നോ. അപ്പോൾ തലയിരിക്കുന്നത് സിനിമാ നടനല്ല, നടിയാണെന്ന് മനസ്സിലായി. യുവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. അവാർഡ് കിട്ടിയ ആളാണോ? അവാർഡ് കിട്ടിയ ആളാണോ? ഇഷ്ടം പോലെ അവാർഡുകളുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ്. ഓക്കെ, യുവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. നിങ്ങൾ റൈറ്റ് വേയിലാണ്. കമോൺ. ഏറ്റവും കൂടുതൽ രാജ്യം സന്ദർശിച്ച ആളാണോ? ഏറ്റവും കൂടുതൽ രാജ്യം സന്ദർശിച്ച ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഫോണെ ഫ്രണ്ട് ചോദിക്കും. നോ. റൈറ്റ്? നോ. ആ ആള് പോയി. എനിക്ക് മനസ്സിലായാലുള്ള ഉദ്ദേശം. യുവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സിനിമാ നടനായ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണോ? സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിട്ടുണ്ടോ എന്നറിയില്ല, ഒരാളെ ജയിലിലാക്കിയിട്ടുണ്ട്. അയ്യോ. ഓക്കെ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ അല്ല. അല്ലേ? അല്ല. ശശിക്ക് അറിയാൻ പറ്റും. അല്ലല്ലോ. ഏഷ്യാനെറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടിക്കാണും. ഓക്കെ, യുവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. നൃത്തം അറിയാവുന്ന ആളാണ്? കർത്താവെ, നൃത്തം അറിയാവുന്ന ആളാണോ? നോ. ആ, വൈഫിന് അറിയാവുന്ന. ഓക്കെ, റെഡി. അത് പറയുന്നത് കേട്ടോ. ഓക്കെ, യുവർ സിക്സ്ത് ക്വസ്റ്റ്യൻ. അശ്വമിത റെഡി? ആള് ജീവിച്ചിരിക്കുന്നുണ്ടോ? ആള് ജീവിച്ചിരിക്കുന്നുണ്ടോ? യെസ്, സ്റ്റിൽ അലൈവ്. നമുക്ക് പണി തന്നുകൊണ്ട്. ഓക്കെ, യുവർ സിക്സ്ത് ക്വസ്റ്റ്യൻ. സിനിമാ താരമായ, യങ്സ്റ്ററായ. അത് ചോദിച്ചു, നടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇനി ചോദിക്കൂ. വിവാദം അല്ലല്ല, ജീവിച്ചിരിക്കണമെന്ന് ചോദിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നു ചോദിച്ചോ, കുഴപ്പമില്ല. ഇപ്പോഴും ഫീൽഡിലുണ്ടോ? ഇപ്പൊ ഫീൽഡിലുണ്ടോ? യു മീൻ അഭിനയം എന്നൊക്കെയാണോ? അതോ? ആണല്ലോ, നടിയാവുമ്പോ അഭിനയിക്കുക. അപ്പൊ ഫീൽഡിലുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് ഒരു സിനിമ റിലീസാവാൻ വേണ്ടി ബാദുഷാ ഞാൻ അത്രയും ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? യുവർ സിക്സ്ത് ക്വസ്റ്റ്യൻ. മാരീഡ് ആണോ? മാരീഡ് ആണോ? 3 പ്രാവശ്യം. അല്ല, ഒരെണ്ണല്ലേ ഉള്ളൂ അല്ലേ? ഒരെണ്ണല്ലേ ഉള്ളൂ. യെസ്, മാരീഡ് ആണ് കേട്ടോ. ഓക്കെ, യുവർ സെവൻത്ത് ക്വസ്റ്റ്യൻ. അവര് ലേഡിയാണോ? അവർ ലേഡിയാണോ? സുഹൃത്തുക്കളെ, ഏതാണ് ഞാൻ പറഞ്ഞില്ലേ, GS പ്രദീപ് നമ്മളെ പറ്റിക്കായിരുന്നു. 7th ക്വസ്റ്റ്യൻ നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിൽപ്പെട്ട ആൾ, ലേഡിയായ ആൾ. 7ാമത്തെ ചോദ്യം. ക്ലൂകൾ ചോദിക്കാം. ക്ലൂകൾ മനസ്സിലുള്ള മലയാളത്തിലെ സിനിമാ നടിമാരൊക്കെ വരട്ടെ. ഒരൊറ്റ ക്ലൂ മതി, എല്ലാം കിട്ടുമായിരുന്നു. പക്ഷെ ചോദിക്കാൻ കിട്ടുക അല്ലേ? ഉണ്ടോ? ചോദ്യം ഉണ്ടോ? ചോദ്യമൊക്കെ തരാം. നമ്മുടെ പരിപാടി 10 മണി വരെ ഉള്ളൂ. ഡാൻസർ ആണോ? ആ, ഡാൻസ് കളിക്കുമെന്ന് പറയാം. ഓക്കെ, ഡാൻസ് കളിക്കും. വലിയ ഫേമസ് ഡാൻസർ അല്ല. 7ാമത്തെ ചോദ്യം. മ്യൂസിക് അറിയാമോ? ചേച്ചി ഇപ്പോഴും അവിടെ നിൽക്കുക. ചേച്ചി അത് രണ്ടുപേരും മറ്റൊരു കൊണ്ടുപോയി. രാഷ്ട്രീയക്കാരനും മറ്റേ പിന്നെ പൊളിറ്റീഷ്യനെയൊക്കെ അവിടെ കൊണ്ടുപോയി. ഇവിടെ ഉള്ള ആള് ബിസിനസ്സുകാരനാണെങ്കിലും ചിന്തിക്കും. അത്രയൊക്കെ ഉള്ളൂ. ചോദിക്കൂ. കേരളത്തിലുള്ള ആളാണോ? കേരളത്തിന്റെ പരിസരത്ത് പുള്ളി വരില്ല. ഓക്കെ, 8ാമത്തെ ചോദ്യം. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെയാണ്. എനിക്കറിയാം അടുത്തെത്തിക്കഴിഞ്ഞു. ആ പിക്ചർ മനസ്സിൽ വന്നു കഴിഞ്ഞു. 8ാമത്തെ ചോദ്യം. ചുമന്ന പുസ്തകത്തിൽ റവന്യൂ കൊണ്ടു നടക്കുന്ന ആളാണോ? ഒരു മിനിറ്റ്, അളിയന്മാരെ ക്ഷമിക്കണം. ഇത് കഴിഞ്ഞിട്ട് എനിക്കതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ അന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ കൈയടിച്ച സ്ഥിതിക്ക് അത് ശരിയാവാൻ സാധ്യതയുണ്ട്. യെസ്, 8ാമത്തെ ചോദ്യം. എന്നെ ദേഷിച്ചു നോക്കുന്നോ? സിനിമാ നടിയായ
നൃത്തം അറിയാത്ത ഇപ്പൊ ഫീൽഡിൽ ഉണ്ടെന്ന് പറയാവുന്ന ഈ പേര് കണ്ട ചേച്ചി അപ്പ കിടന്ന് ചിരിക്കും, എനിക്ക് ഉറപ്പാ. പറയട്ടെ, ഏറ്റവും ചോദ്യം പറയട്ടെ, ഒരു ക്ലൂ വേണോ? തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. പ്രേം നസീർ എന്ന് പറഞ്ഞു കളയരുത്. ഇല്ലല്ലോ, നടിയണം എന്നല്ലേ. ആ ചോദിക്കൂ. അപ്പൊ പിന്നെ ആ ക്ലൂ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞു അല്ല, ഈ പറഞ്ഞത് നടി മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, നിൽക്കട്ടെ. ഇനി ഇവിടെ 8ാമത്തെ ചോദ്യം. ഇംഗ്ലീഷ് പറയുമോ? ഇംഗ്ലീഷ് പറയുമോ? മണിയായിട്ട് പറയും. 9ാമത്തെ ചോദ്യവുമായി ഉത്തരത്തിന്റെ ചുറ്റും കിടന്ന് ഉന്മാദമാടിക്കൊണ്ട്, നമ്മുടെ പേര് ഞാൻ മറന്നുപോയി ഇതിന്റെ ആ എക്സൈറ്റ്മെന്റിൽ. ജിൽസ. റവന്യൂ പുസ്തകം അവിടെ കൊണ്ട് കിടക്കുന്ന ആളെ ഉറപ്പിക്കാമെങ്കിൽ ഇനിയും സമയമുണ്ട്, എങ്കിൽ ഉറപ്പിക്കാമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വിടാം. ഓക്കെ, റെഡി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത ആളായിരുന്നു. ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്ത ആളാണോ? യെസ്. അപ്പോൾ ആദ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. 9ാമത്തെ ചോദ്യം. നടിയുടെ പേര് പറയാൻ പേര് പറഞ്ഞാൽ ലാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഉറപ്പിച്ചിട്ട് ചെയ്താൽ മതി. ആ ചോദിക്കും. ഇപ്പൊ അല്ലല്ല, അതാണ് ഞാൻ ഇപ്പൊ നസീറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ. അയ്യോ, നസീറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആ പാട്ടൊരു ക്ലൂ തന്നെയാണ്. ചിലപ്പോ കോട്ടയം നസീറുമായിട്ട് ചിലപ്പോ കണക്ഷൻ ഉണ്ടായേക്കാം. ഇല്ല, സമയമില്ല. ഒരു 50 താഴെയാണോ? 50 താഴെയാണോ? യെസ്. ഓക്കെ, ചേച്ചി ബിസിനസ്സുകാരനാ തലയിരിക്കുന്ന ആരെങ്കിലും പേര് പറ. അല്ല, ചോദിക്കേ. പുള്ളി ഈ പരിപാടിക്ക് വരണ്ടായിരുന്നു. കേരളത്തിനകത്തും പുറത്തും ബിസിനസ് ഉള്ള ആളാണ്. കേരളത്തിനകത്ത് ബിസിനസ് ഉണ്ടോ പുള്ളി? ആ ബിസിനസ് നമ്മളോട്. യെസ്. ഓക്കെ, വരുന്നു 9ാമത്തെ ചോദ്യത്തിലൂടെ. ജിൽസ ആൻസർ പറയാൻ റെഡിയാണോ? തെറ്റിക്കഴിഞ്ഞാൽ സമ്മാനം പോവും. കപ്പാൻ തല്ലി. ഇല്ല, ഉറപ്പാണ്. എങ്കിൽ കൈ കൊടുക്കൂ, നമുക്ക് കേൾക്കാം. ശരിയാണോ എന്ന്? ആൻസർ. റവന്യൂ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. അവിടെ കേട്ട് നോക്കാം. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ആൻസർ കേൾക്കട്ടെ. ആൻസർ റെഡിയാണ്. ഒരു പേരങ്ങ് പറഞ്ഞോ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമാ നടിയായ, നൃത്തമറിയാത്ത, തേനുമായിട്ടുള്ള ബന്ധമുള്ള. ഓക്കെ, തേനും വയമ്പും എന്നുള്ളതാണല്ലോ ബന്ധം. എന്തെങ്കിലും ഒരു പേര് പറ. സുഭാഷിണി, KPSC എഴുതാം. അല്ല, അതൊന്നും അല്ല. എന്തെങ്കിലും ഒന്ന് പറ. ഒരു ക്ലൂ ഞാൻ തരാം. തേനും പൂവും, റോസാപ്പൂവും. തേനും റോസാപ്പൂവും. ഹണി റോസ്. വെറുതെ ഒരു പേര് പറഞ്ഞോ. ബിസിനസ്സുകാരൻ്റെ ആണോ? എന്തെങ്കിലും പറഞ്ഞോ. കറക്കി കുത്ത്. സിനിമാ നടിയുടെ പേര് പറഞ്ഞിരുന്നു. സിനിമാ നടിയൊക്കെ പോയി. അതെല്ലേ. ഇവിടെ നമ്മുടെ ബിസിനസ്സുകാർ അറിയിരിക്കുന്നത്. കമോൺ. പറയാ. കൊല്ലം MLA പേരുള്ള ഒരു ബിസിനസ്സുകാരൻ. കൊല്ലം MLA. നമ്മൾ ഫോണിൽ വിളിക്കുന്ന ഇയാൾ കാരണമാണ്. ഗണേഷ് കുമാർ. കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് കൈയടിക്കാം, അഴിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. ഒഴിക്കോളൂ. യുവർ ആൻസർ ഈസ് റൈറ്റ്. രണ്ടാമത്തത് ചേച്ചി കറക്കി കുത്തിയെങ്കിലും തേനും റോസും കൊണ്ട് ഹണി റോസ്. ചേച്ചിയുടെ തലയിലിരുന്നത് നമ്മുടെ ജിയോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ മുതലാളി കൂടിയായിരുന്ന മുകേഷ് അംബാനി ആയിരുന്നു. എന്തെല്ലാം ക്ലൂ ഞാൻ തന്നു. എനിക്കറിയാം തലയിൽ ഇത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ ടെക്നിക്കാണ്. കുട്ടികളും ഇത് വീട്ടിൽ ചെയ്യുന്നത് നന്നാണ്. കാരണം 21-ൻ്റെ ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അടുക്കി വെക്കുന്നു, കൃത്യമായി കൺസിക്യൂട്ടീവ്ലി എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്നിടത്താണ് എൻ്റെ വിജയം. 5-6 ചോദ്യമൊക്കെ മതി. ഈ ബുദ്ധി അയാൾക്കറിയാം. നിങ്ങൾക്കിത് പറഞ്ഞു തന്നേക്കുന്നതാണ്. ഇതിൻ്റെ പേരിൽ എന്നെ GS പ്രദീപ് കൊന്നാൽ കേസ് നിങ്ങൾ നടത്തിക്കോണം. ഓക്കെ, റെഡി? സമ്മാനം കൊടുക്കാം. ബാ. We have 3 gift vouchers sponsored by Center Square Mall. Okay, you can use this. This is by Tony and Guy gift voucher. Thank you. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് സമയം ഞാൻ താമസിച്ചാണ് തുടങ്ങിയത്. എൻ്റെ ഒരു ഷോ ഒന്ന് മൂടായി വരുന്നേ ഉള്ളായിരുന്നു. നമുക്ക് 8:40 DJ തുടങ്ങണം. 10 മണിക്കപ്പുറത്തേക്ക് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് ഇവിടെ വന്നിട്ട് മറ്റേ ലാപ്ടോപ്പൊക്കെ ചവിട്ടിപ്പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട് അവർക്ക്. അപ്പോൾ ഒരു പാട്ടിന് ശേഷം വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റത്തോടുകൂടി ഞാൻ എൻ്റെ പ്രോഗ്രാം അവസാനിപ്പിക്കും. അതൊരു നാടകമാണ്. ഓക്കെ,
ഒരു പാട്ടിൻ്റെ സമയത്തേക്ക് എനിക്കൊരു രാജാവിനെ വേണം. കമോൺ, ഏറ്റവും മനോഹരമായ ഒരു മൊമെൻ്റാണ്, ഒരു ഉഗ്രൻ സംഭവമാണ് നടക്കാൻ പോകുന്നത്. എൻ്റെ നാടകത്തിലേക്ക് അഭിനയിക്കുവാൻ ഇത് കമാൻഡിങ് ഡ്രാമ എന്നൊരു പുതിയ കോൺസെപ്റ്റാണ്. ഒരു കസേരയും എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ, 4 കസേരകളും വേണം. ഒരു രാജാവ്, ഒരു രാജ്ഞി, ഒരു രാജകുമാരി, ഒരു മന്ത്രി, ഒരു വില്ലൻ, ഇത്രയും ആൾക്കാരെ എനിക്ക് ആവശ്യമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു ഐറ്റത്തിലേക്കാണ് പോകാൻ പോകുന്നത്. We are thrilled to introduce our title sponsor for tonight, Meliora Visions, located right in the heart of Panampally Nagar, Kochi. They are the experts in stylish eyewear and premium sunglasses. Whether you need a bold new look or personalized world-class eye care, please connect with Meliora Visions. They have set up a special stall right here at Nanma today. I encourage everyone to head over and check out their stunning collections of premium sunglasses. A massive thanks to the team at Meliora Visions for supporting tonight's New Year's celebration. Co-sponsored by S2R Home Interiors with 10 plus years of experience inside and outside Kerala with more than 1,000 happy customers. Their main speciality is they provide 100% customized designs. Make sure to check out the Ira Diamond stall today. With 20 plus years of trust and a massive supply network across North India, they are the experts in 18 karat and 22 karat gold and diamond jewelry. Stop by their stall right now to avail a 5% spot discount on your purchase. That is Ira Diamonds quality you can trust at prices you will love. Get ready for Bike Club, a new flavor destination arriving very soon. Conveniently located right near Lexan Tata on the Seaport Airport Road, Irumbanam, Bike Club is bringing you a world of taste under one roof. Event partners, Nazarene Interiors, with a glorious 18 years journey of turning dreams into reality. Nazarene Interiors has become a hallmark of trust in Cochin. Their record speaks for itself, having successfully completed 63 stunning projects at Nanmavan alone, alongside countless masterpieces across the region. Specializing in the perfect blend of modern design and timeless elegance, they don't just execute interiors, they curate lifestyles. Memorize, with an incredible legacy of over 40 years of experience, Memorize has perfected the art of the frozen treat. They use 100% natural fruit-based flavors with absolutely no added preservatives. It's nature goodness on a stick. Started as a single beloved outlet in Malappuram, has now grown into a family of 13 successful outlets across the region. And for all of our local foodies, you don't forget to visit their popular outlet right here in Kakanad. No description is needed for our next sponsor because his tracks are already playing in your heads. From the streets of Kerala to the global stage, he has given us anthems like Lavida, Maunalova and Kutandram. And it is none other than Veden. Our next sponsor is a name synonymous with purity and trust. High Crest Sahya Tea. Produced at the Sahya Tea and Food Cooperative Tea Factory in Thangamani, this brand is a proud unit of the Thangamani Service Cooperative Bank. Our next sponsor is VKS by Vikas, the incredibly talented celebrity makeup artist Vikas, who brings 10 years of professional expertise to the table, known for delivering premium quality services that leave every customer glowing with satisfaction. But wait, here is an offer you simply cannot ignore. If you collect a discount voucher today, you will receive a massive 25% discount for the next 365 days. Already earned the trust of more than 50 satisfied families and business. Next we have Impact Boxing Club by Imtiaz Muhammad, founder and head coach Imtiaz Muhammad. He is a certified kickboxing, boxing and Muay Thai coach. Vice President of Kerala Professional Pro Boxing Association, President of Ernakulam District Association of the same.
He is a proud member of Nanmavan family. Our next sponsor is a name that has been a part of Indian households for generations. Eureka Forbes, with over 40 years of expertise serving you locally through their branches in Tripunithura and Palarivattam, they bring you a world of smart home solutions. From the legendary AquaGuard water purifiers to advanced vacuum cleaners, both corded and cordless, as well as air purifiers and the state-of-the-art robo floor cleaners. Kanimangalam Kovilagam, releasing today. Kanimangalam Kovilagam is the ultimate hostel horror comedy you have been waiting for. Directed by Rajesh Mohan and featuring your favorite stars Muhammad Rafi, Ajmal Khan, Abhi Krish and Sarath Sabha, this movie brings back the campus spirit with a terrifying funny twist. Don't miss the chance to see history unfold. Head to your nearest theatre today and watch Kanimangalam Kovilagam. We are proud to collaborate with the devotee of the arts, Sumisha Kurup, the heart and the soul behind Chilanga Dance School. For the past 1.5 years, Chilanga has been a vibrant part of the Nanma community, but Sumisha's journey in dance spans over 15 years. A master of Bharatanatyam, her dedication to the craft has earned her the prestigious Nirtana Shiromani Award. Whether you are looking to introduce your children to our rich culture heritage or wanting to rediscover the dancer within yourself, Sumisha's expertise is unparalleled. V-March. Are you looking for the perfect finishing touch to your outfit? Then you need to visit V-March, the ultimate fancy store located right at the heart of the city. Conveniently situated at the Palarivattam Circle opposite the police station and near St. John's Baptist Church, V-March is your one-stop shop for your style. Our next sponsor believes that every note matters. Please join me in thanking Della School of Music located right here in Vaitila, led by renowned music director and singer Vishwajit CT. Della is a premier academy dedicated to excellence. Whether you are interested in Carnatic, Hindustani or Western music or instruments, their expert faculty will help you find your voice and talent. Located in Kochi, Upasana Photo Studio is the city's leading photography destination, founded by the celebrated Indian film director and Limca Book of Record winner Anish Upasana. The studio offers an elite range of services including high-end family portraits, creative kids portfolios, and professional fashion and celebrity photography. Thank you to all the sponsors who sponsored for the grand success of our New Year night. Thank you. मैंने इश्क किया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया हो जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया हो चली रे जुनू कोलिए भिजरे से उड़ा दिल का शुक्रा खुदी से मैंने इश्क किया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया हो जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया हो നാടകം ആരംഭിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ തയ്യാറാക്കിയ കുറച്ചുപേരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു ഡ്രാമ തയ്യാറാക്കിയിട്ടുണ്ട്. റെഡി? നാടകത്തിലേക്ക് പോവുകയാണ്. സ്നേഹം നിറഞ്ഞ കലാസ്നേഹികൾക്ക് നാടകത്തിലേക്ക് സ്വാഗതം. ഇത് നാടകമാണോ ബാലയാണോ സിനിമയാണോ എന്താണെന്ന് എനിക്കോ ഇത് കാണാനിരിക്കുന്ന നിങ്ങൾക്കോ ആർക്കും അറിയില്ല. ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് ദൈവം തമ്പുരാൻ മാത്രം അറിയാം. സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ചമ്പക്കര ബാബ
എഴുതി സംവിധാനം ചെയ്ത പുണ്യ പുരാതന നാടകം വെകുമ്പുല. ഇത് ബാലേ 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 ഞങ്ങളുടെ സ്വന്തം ബാലേ, ഇത് ഞങ്ങളുടെ സ്വന്തം ബാലേ. സീസൺ മുഴുവൻ കഞ്ഞി കുടിക്കാൻ തല്ലിക്കൂട്ടിയ ബാലേ, ഞങ്ങൾ തട്ടിക്കൂട്ടിയ ബാലേ ബാലേ ബാലേ. ചരിത്രപ്രസിദ്ധമായ ഷാജഹാൻ ചക്രവർത്തിയുടെ അളിയ കുട്ടപ്പ മഹാരാജാവിന്റെ വാടക കൊട്ടാരമാണ് രംഗം. ഇന്ന് മഹാരാജാവിന്റെ ഏകമകൾ അമ്മണി തമ്പുരാട്ടിയുടെ സ്വയംവരം അഥവാ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്പ്പാണ്. ഇതാ വരുന്നു ഒരു അനൗൺസ്മെന്റ്. പൂച്ചമാന്തിക്കര ദേശം വാഴും വീരാതിവീരൻ രാജാതിരാജൻ കാലമാടൻ സകല ഷാപ്പുകളിലും പറ്റുകളുള്ള വാളാതിവാളൻ വെള്ളമടി വീരൻ ഗർഭസ്ഥ ശ്രീമാൻ ശ്രീ ആന്റണി ഡിസൂസ പെരേര കുട്ടപ്പ മഹാരാജൻ എഴുന്നേറ്റ് തള്ളുന്നേ. മഹാരാജാവ് ഒരാവശ്യമില്ലാതെ വേദിയിലേക്ക് പ്രവേശിക്കുന്നു. എന്തൊരു തേജസ്സാണ് രാജാവിനെ കാണാൻ. ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ടതുപോലുണ്ട് രാജാവിന്റെ ആ നോട്ടം കണ്ടാൽ. രാജാവ് സദസ്സിനെ നോക്കി വണങ്ങുന്നു. അതിനുശേഷം രാജാവ് അടുത്ത് കിടക്കുന്ന ഇരുമ്പ് കസേരയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനുശേഷം മഹാരാജാവ് കൈയടിക്കുന്നു, വീണ്ടും അടിക്കുന്നു. ആരും കേൾക്കുന്നില്ല. വീണ്ടും കൈയടിക്കുന്നു. ചുറ്റും നോക്കുന്നു. ആരും നെവർ മൈൻഡ്. ഒടുവിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്ക കൂവുന്നു. അതാ അത് കേട്ട് ആ രാജ്യത്തിന്റെ മഹാമന്ത്രി ഞൊണ്ടി കടന്നു വരുന്നു. മഹാമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു കൊച്ചു ക്യാമറാമാനാണ്. മന്ത്രി ഞൊണ്ടി സദസ്സിനെ വണങ്ങുന്നു. അതിനുശേഷം കസേരയിൽ ഉപവിഷ്ടനാകുന്നു. അതാ നോക്കൂ, മഹാരാജാവിന്റെ പട്ടമകൾ പട്ടയക്ഷി രാജാവിന്റെ ഭാര്യ ത്രേസ്യാമ്മ തമ്പുരാട്ടി കടന്നു വരുന്നു. എത്ര സുന്ദരിയാണ് മഹാപ്രാണി. അല്ല റാണി. വികലാംഗ പെൻഷൻ മേടിക്കുന്ന കണ്ണുകൾ, വെള്ളയിൽ കറപ്പൊടിച്ച കാർ കൂന്തൽ. ചുരുക്കി പറഞ്ഞാൽ റാണിയെ കണ്ട പെറ്റ തള്ള സഹിക്കുകയില്ല. മഹാറാണി രാജാവിനെ കുമ്പിട്ട് വണങ്ങുന്നു. ആ വണക്കം കണ്ട് രാജാവ് ഞെട്ടുന്നു. റാണി മഹാമന്ത്രിയെ കാണുന്നു. രണ്ടുപേരും സ്ലോ മോഷനിൽ ഓടിയടുക്കുന്നു. കണ്ണും നോക്കുന്നു. അവരുടെ മനസ്സിലൂടെ എന്തൊക്കെയോ പാഞ്ഞു പോകുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി പ്രജ്ഞയറ്റ് നിൽക്കുന്നു. ഇത് കണ്ട് രാജാവ് എഴുന്നേറ്റ് വന്ന് രണ്ടുപേരെ നോക്കി. എന്നിട്ട് ഉറക്ക പൊട്ടിക്കരയുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട് ഞെട്ടി റാണിയും മന്ത്രിയും പിന്നോട്ട് മാറി. അനന്തരം സദസ്സിന് സന്തോഷിക്കാനായി മഹാപ്രാണി ഒരു നൃത്തം ചെയ്യുന്നു. ഇത് കണ്ട മഹാരാജാവ് മണ്ട ഇറങ്ങി താഴെ വീഴുന്നു. മഹാമന്ത്രി ഓടിച്ചെന്ന് രാജാവിനെ പൊക്കിയെടുത്ത് കസേരയിൽ സിംഹാസനത്തിൽ ഇരുത്തുന്നു. ഈ സമയം സദസ്സിലേക്ക് രാജകുമാരി കടന്നു വരുന്നു.
അതീവ ലജ്ജാവതിയാണ് രാജകുമാരി. അവളെ കണ്ടാൽ ലജ്ജ കണ്ടുപിടിച്ചത് ഇവളാണോ എന്ന് തോന്നും. രാജകുമാരിയെ കണ്ട മഹാമന്ത്രി ചിരിക്കുന്നു. രാജകുമാരിയും ചിരിക്കുന്നു. ഇത് കണ്ടുനിന്ന മഹാറാണി അവർക്കൊരു കമ്പനി കൊടുക്കാനായി കൂടെ ചിരിക്കുന്നു. ഇത് കണ്ട രാജാവും പേടിച്ചു ചിരിക്കുന്നു. കൂട്ടച്ചിരി. രാജകുമാരി സദസ്സിനെ കുമ്പിട്ടു വണങ്ങുന്നു. അതിനുശേഷം പ്രതീക്ഷയോടെ സദസ്സിലേക്ക് കണ്ണറിയുന്നു. അതിൽ ആരായിരിക്കും തന്നെ കെട്ടിയെടുക്കാൻ പോണത് എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. രാജകുമാരി അടുത്തുള്ള ഒരു സിംഹാസനത്തെ ഉപവിഷ്ടയാകുന്നു. സ്വയംവരത്തിനുള്ള സമയമായി. അതിനു മുമ്പ് എഴുന്നേറ്റ് എല്ലാവരും കൈകൂപ്പി ഈശ്വര പ്രാർത്ഥന നടത്തുന്നു. മഹാമന്ത്രി അതിനുശേഷം എഴുന്നേറ്റ് തന്റെ കയ്യിലുള്ള വിളംബരം നിവർത്തി സ്വയംവരത്തിന്റെ നിബന്ധനകൾ നോക്കി വായിക്കുന്നു. മഹാസദസ്സിനു വണക്കം. പൂച്ചമാന്തിക്കരയിലെ സകല പൂവാലന്മാർക്കും അലവലാദികൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പൊന്നുകുമാരി പൂച്ചമാന്തിക്കര അമ്മണിക്കുട്ടിയുടെ 100ാമത് സ്വയംവരം അഥവാ തലയെക്കെട്ടി വായ്പാണ്. അതുകൊണ്ട് തന്നെ ഈ രജത ജൂബിലി സ്വയംവരത്തിൽ വളരെ കടുത്ത മത്സരങ്ങളാണ് രാജാവ് ഒരുക്കിയിരിക്കുന്നത്. കണ്ടീഷൻ നമ്പർ 1. രാജകുമാരിയെ കെട്ടാൻ വരുന്നവൻ നല്ല കള്ളുകൂടിയായിരിക്കണം. കഞ്ചാവ്, ബീഡി, സിഗരറ്റ് എല്ലാം വലിക്കുകയും വഴിയിൽ വാൾ വെച്ച് കിടക്കുകയും വേണം. ഇങ്ങനെ വിജയശ്രീലാളിതനാവുന്ന രാജകുമാരന് പൂച്ചമാന്തിക്കര ദേശത്തിന്റെ ആധാരം പണയം വച്ചതിന്റെ റെസീപ്റ്റ്, പാരഡൈസ് ബാറിൽ രാജാവിനോടൊപ്പം ഇരുന്ന് OPR അടിക്കുവാനുള്ള അവകാശം, കൂടാതെ രാജകുമാരിയെയും ഒരു സർപ്രൈസ് ഗിഫ്റ്റും. മത്സരം തുടങ്ങുവാനുള്ള പെരുമ്പറ മുഴങ്ങുന്നു. രാജകുമാരി എഴുന്നേറ്റ് നിന്ന് വികാരവതിയായി സദസ്സിനെ നോക്കുന്നു. പെട്ടെന്നതാ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ, നമ്മുടെ കഥയിലെ വില്ലൻ, മത്സര സ്ഥലത്തേക്ക് കടന്നു വരുന്നു. ഉദ്ദേശം 6 അടി പൊക്കം, മമ്മൂട്ടിയുടെ മീശ, അമീർ ഖാന്റെ 6 പാക്ക് ബോഡി, അർണോൾഡ് ഷ്വാസ്നൈഗറിന്റെ കൈകൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കാട്ടുമാക്കൻ. നായകൻ എല്ലാവരെയും നോക്കുന്നു. ഒന്ന് കണ്ണുരുട്ടുന്നു. എന്നിട്ട് ഉറക്ക പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് തന്റെ ഉറയിൽ നിന്നും വാൾ വലിച്ചൂരുന്നു. രാജാവിന്റെ കഴുത്തിന് നേരെ ആ വാൾ വയ്ക്കുന്നു. രാജാവ് ഭയന്നു വിറയ്ക്കുന്നു. വിറയലോട് വിറയൽ, വിറയലോട് വിറയൽ. അതിനുശേഷം രാജാവ് ഉറയിൽ നിന്നും വാൾ വലിച്ചൂരുന്നു. വില്ലൻ സിംഹത്തെപ്പോലെ അലറുന്നു. രാജാവും സിംഹത്തെപ്പോലെ കുരയ്ക്കുന്നു. യുദ്ധത്തിന് സമാനമായി വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടിയെ പോലെ കൈകൾ പിടിച്ച് സ്റ്റെപ്പിട്ട് നിൽക്കുന്നു. ഇത് കണ്ടു നിന്ന് മന്ത്രിയും റാണിയും ചേർന്ന് നിന്ന് ഞെട്ടി വിറയ്ക്കുന്നു. രാജകുമാരി നേരത്തതിനേക്കാൾ കൂടുതൽ വികാരവതിയായി നാണത്തോടുകൂടി വില്ലനെ നോക്കി നിൽക്കുന്നു. വില്ലൻ വാള് രാജാവിന്റെ നേരെ നീട്ടിപ്പിടിക്കുന്നു. രാജാവും വില്ലൻ നേരെ നീട്ടിപ്പിടിക്കുന്നു. വില്ലൻ വാള് വീശുന്നു. സുരാജ് പഞ്ഞാറമ്പൂടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉഗ്രൻ കൂതറ യുദ്ധം അവിടെ നടക്കുന്നു. ഒടുവിൽ രാജാവ് ഒടിഞ്ഞ വാളുമായി വില്ലന്റെ കാലിൽ വീഴുന്നു. വിദേശീലാളിതനായ വില്ലൻ പൊട്ടിച്ചിരിക്കുന്നു. രാജാവ് പതുക്കെ എഴുന്നേൽക്കുന്നു. മുഖത്ത് മാക്സിമം മന്ദസ്മിതം വരുത്തി രാജാവ് തന്റെ മകളെ പിടിച്ച് വില്ലന്റെ കയ്യിൽ പാണിഗ്രഹണം നടത്തുന്നു. വില്ലനും രാജകുമാരിയും നാണത്തോടെ പരസ്പരം നോക്കുന്നു. അനന്തരം മഹാരാജാവും മഹാമന്ത്രിയും മഹാപ്രാണിയും വധുവരന്മാരെ അനുഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ
കൊട്ടാരത്തിന്റെ ആധാരം പണയം വെച്ച റെസിപ്റ്റും മറ്റ് സമ്മാനങ്ങളും. പിന്നെ മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതുപോലുള്ള സർപ്രൈസ് ഗിഫ്റ്റിനായി മഹാരാജാവ് കൈയടിക്കുന്നു. ആ സമ്മാനം കണ്ട് വില്ലൻ ഞെട്ടിത്തരിക്കുന്നു. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് രാജകുമാരിയുടെ 100ഓളം വരുന്ന കുട്ടികൾ പാഞ്ഞടുക്കുന്നു. അങ്ങനെ ഒരു പണിയും ചെയ്യാതെ 100 പിള്ളേരുമായിട്ട് ആ മഹാവില്ലൻ പൂച്ചമാന്തിക്കനിയുടെ രാജാവായിട്ട് 100 കൊല്ലം പണ്ടാരോടൊക്കെ ജീവിച്ച് ഈ നാടകം അവസാനിപ്പിക്കുന്നു. സമയം വളരെ കുറവായതുകൊണ്ടും ഡി ജെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായതുകൊണ്ടും ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവരും മികച്ച പെർഫോമൻസ് ആയിരുന്നു. സമ്മാനം കൊടുക്കാണ്ട് ഇപ്പോൾ കൊടുക്കാം കേട്ടോ. എന്തായാലും ഇത്തരമൊരു വേദിയിലേക്ക് എനിക്ക് എൻ്റെ സമയം പ്രശ്നമുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഷോയുടെ ഒരു സ്വഭാവം 2 മണിക്കൂർ കിട്ടണം. ഇപ്പോൾ വളരെ താമസിച്ചാണ് നമ്മൾ തുടങ്ങിയത്. നിങ്ങൾ കാത്തിരിക്കുന്ന ഡി ജെക്കുള്ള സെറ്റപ്പിലേക്ക് 20 മിനിറ്റ് വേണം. എന്നെ ക്ഷണിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശശിക്ക് നന്ദി. ഒപ്പം തന്നെ അഭിനേതാക്കളായ നിങ്ങളൊക്കെ സൂപ്പറായിരുന്നു. നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കണമെന്നുണ്ട്. പക്ഷേ സമ്മാനം ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ? താങ്കളുടെ ഒരു സമ്മാനം ഉള്ളതല്ലേ? രാജാവ് തന്നെ പോയി എടുത്തു. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇവിടെ സെറ്റിങ്സ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും 2026 ആശംസകൾ നേരുന്നു. മറ്റൊരു ദിവസം നമുക്ക് എൻ്റെ ഫുൾ ക്രൂവുമായിട്ട് ഒന്ന് കൂടാം. ഒരുപാട് രസമുള്ള ഐറ്റംസുകൾ നിങ്ങളെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം സമയം ഒരു പ്രശ്നമാണ്. ഒരുപാട് താമസിച്ചാണ് തുടങ്ങിയത്. നമ്മളൊന്ന് ചാർജായി വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു. അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ ലോ അല്ലെ കേരള ലോ, ആഫ്റ്റർ 10 പോലീസ് കയറും. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ DJ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നു. അനൗൺസ് ചെയ്തോളൂ മോള് തന്നെ. സെൻട്രൽ സ്ക്വയർ ബാളിൻ്റെ ഗിഫ്റ്റ് ആർക്കാണ്? എല്ലാവർക്കും പിടിച്ചോളൂ. താങ്കൾക്കുണ്ടല്ലോ, രാജ്ഞിയല്ലേ, രാജകുമാരിയല്ലേ? ഓക്കെ, ഒരെണ്ണോട് വേണമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. You got me dancing on my own. Pick up the phone, 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 boom, 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 boom.